നിലമ്പൂർ ഫലത്തിൽ നിന്നും എൽ ഡി എഫ് പഠിക്കേണ്ടുന്ന പാഠം എന്താണ്? അത് ഇതാണ്. അത് അവസാനം പറയുന്നതിന് മുമ്പ് ഒരു കണക്ക് കൂടി പറയാം. 2021 2700 വോട്ടിന് അൻവർ ഇടതുപക്ഷ സ്വതന്ത്രം ജയിക്കുന്നു. ആ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് ലഭിച്ച വോട്ട് 81,227. ഇതിനെ മത്സരിച്ച വി വി പ്രകാശിന് കിട്ടിയ വോട്ട് 71,527. വ്യത്യാസം 46%, 40%. 6% വോട്ടിൻ്റെ വ്യത്യാസമാണ് 2021 ജയിച്ച പി വി അൻവറും പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശും തമ്മിലുള്ളത്. ഇനി 2021 മുമ്പ് 2016 നോക്കുക. അന്ന് അൻവർ 11,504 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച ആ ഇലക്ഷനിൽ 2016 പി വി അൻവറിന് ലഭിച്ച വോട്ട് 77,858. എതിരെ മത്സരിച്ച ഇപ്പം വിജയിച്ച ആര്യാടൻ ഷൗക്കത്തിന് അന്ന് കിട്ടിയത് 2016 കിട്ടിയത് 66,354 വോട്ട്. വ്യത്യാസം 47.9 അൻവറിന്, 40.8 ആര്യാടൻ ഷൗക്കത്തിന്. വ്യത്യാസം 7%. അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒരു 6-7% വോട്ട് വ്യത്യാസം നിലമ്പൂരിൽ കഴിഞ്ഞ 3 ഇലക്ഷൻ നോക്കിയാലുണ്ട്. ഇത്തവണ വന്ന അൻവർ ഫാക്ടർ വിമതനായിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് അൻവർ നേടിയ 20,000-ഓളം വോട്ട്, അതിൽ നല്ലൊരു പങ്ക് വോട്ട് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് എൽ ഡി എഫ് മനസ്സിലാക്കുക. യു ഡി എഫിന് കാര്യമായിട്ട് വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടത് വഴിക്കടവ് 1-2 പഞ്ചായത്തിൽ മാത്രമാണ്. അപ്പോൾ എൽ ഡി എഫിന് കരുളായി പഞ്ചായത്തിൽ മാത്രമേ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ പഞ്ചായത്ത് വൈസ് കൗണ്ടിങ്ങിൽ ബാക്കി എല്ലായിടത്തും നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെ ഷൗക്കത്ത് ലീഡ് ചെയ്യും. അപ്പം ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി എൽ ഡി എഫ് എന്താണ് ചിന്തിക്കേണ്ടത്? എൽ ഡി എഫ് ചിന്തിക്കേണ്ടത്, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എൽ ഡി എഫ് ക്യാമ്പുകൾ മനസ്സിലാക്കേണ്ടത്, സഖാക്കളും CPIM മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, വികസനം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ഷൻ ബൈ ഇലക്ഷൻ ആവാം, അല്ലെ മറ്റൊരു ഇലക്ഷൻ ആവാം, ജയിക്കാൻ സാധിക്കത്തില്ല. ഇലക്ഷൻ ഗോതയിൽ വികസനം മാത്രം പറഞ്ഞ് ജയിക്കണമായിരുന്നെങ്കിൽ ഇപ്പോൾ എം സ്വരാജ് ജയിക്കുമായിരുന്നു. അപ്പോൾ വികസനത്തിനപ്പുറത്ത് വേറെ പല ഘടകങ്ങളും തെരഞ്ഞെടുപ്പ് പരിഗണനയിൽ വരുന്നുണ്ട്. 10 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പല മണ്ഡലങ്ങളിലും എൽ ഡി എഫും CPIM ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ, പിണറായി സർക്കാർ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വികസനം പറഞ്ഞ് മാത്രം എൽ ഡി എഫിനൊരു 3-ാം ഊഴം കിട്ടുമെന്നുള്ള മണ്ടസ്വർഗത്തിൽ കഴിയാതെ താഴേക്ക് ഇറങ്ങി വരിക. പാർട്ടി സഖാക്കൾക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കും അഹങ്കാരം കൂടിയിട്ടുണ്ട്. 3-ാം ഊഴം പിണറായി സർക്കാർ 3-ാമത് അധികാരത്തിൽ വരും, അല്ലെ ഇടത് സർക്കാർ 3-ാമത് അധികാരത്തിൽ വരും എന്നുള്ള ആ ഒരു പറച്ചില് ചൊല്ല് വല്ലാണ്ട് അഹന്തപ്പെട്ടിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ പണി കിട്ടും എന്നുള്ള മെസ്സേജാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ തരുന്നത്. അതുകൊണ്ട് കുട്ടി സഖാക്കള് അഹങ്കാരം ഒന്ന് കുറയ്ക്കുക. ഇത് ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ വളരെ കൃത്യമായ നിരീക്ഷണം പറയുകയാണ്. പിന്നെ 1-ാം പിണറായി സർക്കാരിന് കിട്ടിയ ഇമേജ് 2-ാം പിണറായി സർക്കാരിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് പൊതുജന മധ്യത്തിലെ ഒരു വിഷയമാണ്. അത് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ CPIM മന്ത്രിസഭയും CPIM ഇടതുപക്ഷവും ഉൾപ്പെടെ വിലയിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. 1-ാം പിണറായി സർക്കാരിന് കിട്ടിയ മൈലേജ് 2-ാം പിണറായി സർക്കാരിന് ഇല്ലാതായത് നാട്ടിൽ നല്ലത് ചെയ്യാഞ്ഞതുകൊണ്ടല്ല, വികസനം വരാഞ്ഞിട്ടല്ല. 1-ാം പിണറായി സർക്കാരിനേക്കാൾ വികസന പദ്ധതികൾ 2-ാം പിണറായി സർക്കാരിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ മാപ്രകൾ പടച്ചുവിട്ട വ്യാജ വാർത്തകളുടെ അഗ്നിപർവ്വതങ്ങള്, മഞ്ഞുമലകള് ഇവിടുത്തെ മാധ്യമങ്ങളിൽ, മുഖ്യധാര മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ, ചാനലുകളിൽ, മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് തുടങ്ങി 24 തുടങ്ങി മനോരമ, മാതൃഭൂമി ചാനലുകള്, ഓൺലൈൻ മാധ്യമങ്ങള് 2-ാം പിണറായി സർക്കാരിനെ എതിരെ ഇറക്കിവിട്ട വ്യാജ വാർത്തകള്, അതിനെ പ്രതിരോധിക്കാൻ
സോഷ്യൽ മീഡിയയിലോ അതിന് പുറത്തോ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഇടതുപക്ഷ സർക്കാരിന്, രണ്ടാം പിണറായി സർക്കാരിന് കഴിയാതെ പോയി. പിണറായി 2.0 കഴിയാതെ പോയി. അതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. അതുകൊണ്ട് LDFും CPIMും പിണറായി സർക്കാരും ചെയ്യേണ്ടത് അടിയന്തരമായിട്ട്, ആകെ 10 മാസം കയ്യിലുള്ളൂ, 10 മാസം ചെയ്യേണ്ടത് ഈ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങളെ ജനങ്ങളിലെത്തിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരു വലിയ യജ്ഞം, ആ വാക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന യജ്ഞം ചെയ്യേണ്ടതുണ്ട്. ഇടതുപക്ഷവും CPIMും പിണറായി സർക്കാരും ആ യജ്ഞം നടത്തിയില്ലെങ്കിൽ 10 മാസം കഴിയുമ്പോൾ വരുന്ന ഫലം എന്താണെന്ന് മുൻകൂട്ടി ചുവരെഴുത്ത് കാണുന്നത് നന്നായിരിക്കും. നല്ലത് ചെയ്താൽ മാത്രം പോരാ. LDF സർക്കാർ, പിണറായി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ തമസ്കരിക്കുന്ന ഒരു വലിയ മീഡിയ ലോകം, മാപ്രകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് മറന്നുകൊണ്ട് സർക്കാർ നല്ലത് മാത്രം ചെയ്തു കഴിഞ്ഞ് ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല. ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങളെ അടിമുടി അഴിച്ചു പണിയണം. അത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ടീമായാലും, മറ്റ് സ്ട്രാറ്റജി സൈബർ ടീമായാലും, ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നവരായാലും, LDF ഇക്കാര്യത്തിൽ ഒരു സ്ട്രക്ചറൽ അഴിച്ചുപണി, ഘടനാപരമായ അഴിച്ചുപണി പിണറായി സർക്കാരും LDFും CPIമും ചെയ്തില്ലെങ്കിൽ 10 മാസം കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ അല്ലെ LDF സർക്കാരിന് 3-ാം ഊഴം കിട്ടുമെന്ന് അങ്ങ് ഉറപ്പിക്കുകയൊന്നും വേണ്ട എന്നാണ് നിലമ്പൂർ നൽകുന്ന പാഠം. ആ പാഠം പഠിക്കാൻ LDFും CPIമും പിണറായി സർക്കാരും തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് വോയിസ് വെറുതെ പറയുകയല്ല, വിമർശിക്കേണ്ടത് എടുത്ത് വിമർശിക്കും. അഹങ്കാരം ഇത്തിരി കൂടിയിട്ടുണ്ട് സഖാക്കൾക്ക്, മന്ത്രിമാർക്ക് അഹങ്കാരം കൂടി എന്ന് പറയുന്നില്ല. മന്ത്രിമാര് പലരും നല്ലത് ചെയ്യുന്നുണ്ട്, അത് ജനങ്ങളിൽ എത്തുന്നില്ല. എത്താതിരിക്കുന്ന എന്തുകൊണ്ട്? ഈ രണ്ടാം പിണറായി സർക്കാരിലെ പല മന്ത്രിമാരും ഒന്നാം പിണറായി സർക്കാരിലെ പോലെ മികച്ച മന്ത്രിമാരാണ്, ഒരു സംശയവും ഞങ്ങൾക്കില്ല. പക്ഷേ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഇവിടുത്തെ സർക്കാരിന് കീഴിലുള്ള IPRD എന്താ ചെയ്യുന്നത്? അതുപോട്ടെ, സർക്കാർ കോടികൾ ചെലവഴിച്ചിട്ടാണല്ലോ IPRD ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക. എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു പുനർവിചിന്തനത്തിന് IPRD തയ്യാറാകുമോ? അല്ലെങ്കിൽ അവിടെ ഒരു നല്ല ടീമിനെ ഉണ്ടാക്കി വെക്കാൻ പിണറായി സർക്കാർ തയ്യാറാവണം. സർക്കാർ ചെലവിൽ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുക്കണ്ട. ഇവിടുത്തെ മാപ്രകൾ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഏത് രീതിയിലും 18 19ാമത്തെ അളവും പ്രയോഗിച്ചിട്ട് ഈ നിലമ്പൂർ ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാരിനെ മൂലയ്ക്കൊതുക്കാൻ നോക്കും. അടുത്ത കാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. അതിന് UDFന് എല്ലാ പിന്തുണയും കിട്ടും. എന്താണ്? സെമി ഫൈനൽ കഴിഞ്ഞ് ഇനി ഫൈനൽ UDF അധികാരത്തിൽ തിരിച്ചു വരും. ലീഗ്, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, വിലയിരുത്തൽ പോളിംഗിന് മുമ്പ് ലീഗ് ഒറ്റക്കെട്ടായിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ, ആര്യാടൻ കുടുംബത്തോട് എതിർപ്പുള്ള ലീഗ് ഒറ്റക്കെട്ടായിട്ട് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പഠിക്കണം CPM. എന്താ പഠിക്കേണ്ടത്? 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്ത്, അധികാരമില്ലാതെ ലീഗിനോ കോൺഗ്രസിനോ ജീവിക്കാൻ പറ്റത്തില്ല, ജീവവായു കിട്ടത്തില്ല. എങ്ങനെയെങ്കിലും എന്ത് കുണ്ടാവണ്ടി നടത്തി അടുത്ത ഇലക്ഷനിൽ 3-ാം ഊഴം LDFന് പിണറായി സർക്കാരിന് കൊടുക്കാതെ UDF അധികാരത്തിൽ വരണം. അതിനുള്ള ഏക മാർഗം ഏത് ചതിയനെയും ഏത് ശത്രുവിനെയും പിന്തുണയ്ക്കുക. അതുകൊണ്ടാണ് ലീഗ് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് കൊടുത്തത്. ലീഗ് ഒന്നടങ്കം. അധികാരം വേണം കുഞ്ഞാലിക്കുട്ടിക്ക്. തങ്ങൾക്ക് അധികാരത്തിന്റെ പിന്നിലിരുന്ന് ഡ്രൈവിംഗ് നടത്തണം. അധികാരം പിടിച്ചിട്ട് VD സതീശന് അധികാരം വേണം. അടുത്ത മുഖ്യമന്ത്രി ആരാവണം? അതൊക്കെ അടുത്ത രാഷ്ട്രീയ ചർച്ച വരും. കോൺഗ്രസിലെ തർക്കങ്ങളൊക്കെ വരും. രമേശ് ചെന്നിത്തല മുമ്പിലുണ്ട്, VD സതീശൻ മുമ്പിലുണ്ട്, ശശി തരൂരുണ്ട്, അങ്ങനെ പല കാമുകന്മാരുമുണ്ട് അത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി. അപ്പോൾ ഇനി UDF ഒരു അടിപിടി പ്രതീക്ഷിക്കാം വൈകാതെ ഈ നിലമ്പൂർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ. അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നുള്ളത് LDF ചിന്തിക്കണം. അഹങ്കാരം കളയുക. സഖാക്കളുടെ അഹങ്കാരം കളഞ്ഞിട്ട് മാനം മര്യാദയ്ക്ക് ഒന്ന് പത്തിമടക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ, വികസനങ്ങൾ ബോധ്യപ്പെടുത്തുക, മറ്റു വിവാദങ്ങളെ പ്രതിരോധിക്കാനുള്ള ഉപായങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വർഷം 10 മാസം കഴിഞ്ഞുള്ള ഇലക്ഷനിൽ
മൂന്നാം ഊഴം അല്ലെ LDF വീണ്ടും ജയിച്ചില്ല എന്നുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും അവസാന വാക്കായിട്ട് പറയുന്നു, നിലമ്പൂർ ബൈ ഇലക്ഷൻ റിസൾട്ട് മൂന്നാം ഇടത് സർക്കാരിന് ഒരു ഭീഷണിയൊന്നുമല്ല. പക്ഷേ മെസ്സേജ് ഈസ് ക്ലിയർ. എന്താണ്? വികസനം മാത്രം പറഞ്ഞാൽ വോട്ട് കിട്ടത്തില്ല. അപവാദങ്ങള്, വ്യാജവാർത്തകള്, നുണപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇതിനെ പ്രതിരോധിക്കാൻ, ഇതൊക്കെ ഒരു കള്ളം 100 തവണ പറയുമ്പോൾ സത്യമായിട്ട് വിശ്വസിക്കുന്ന ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരെ ബോധ്യപ്പെടുത്താൻ LDF CPIM പിണറായി വിജയൻ സർക്കാരിനും കഴിഞ്ഞാൽ മാത്രമേ മൂന്നാം ഊഴം പ്രതീക്ഷിക്കാവൂ. അല്ലെങ്കിൽ ഈ നാട്ടിൽ എന്തും സംഭവിക്കുന്നത് ദയവ് ചെയ്ത് തിരിച്ചറിയുക. ഇതാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ വിശകലനം.